തന്റെ മന്ത്രി പദവി സ്ഥിരീകരിച്ചുകൊണ്ട് ബിന്ദു കൃഷ്ണ ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി. തന്റെ മന്ത്രി പദവി കൊല്ലം പിടിച്ചെടുത്തതിനുള്ള പാർട്ടിയുടെ സമ്മാനം എന്നാണ് ബിന്ദു കൃഷ്ണ പറഞ്ഞത്. ഉചിതമായ സമയത്ത് ഉചിതമായ നേതൃത്വം തീരുമാനം അറിയിക്കും. റെക്കോർഡ് വേഗത്തിലാണ് മന്ത്രിസഭാ രൂപീകരണം നടക്കുന്നതെന്നും ബിന്ദു കൃഷ്ണ പ്രതികരിച്ചു. ഉചിതമായ സമയത്ത് എനിക്ക് വളരെ അഭിമാനവും സന്തോഷമുണ്ട്. കേരളത്തിലെ കോൺഗ്രസ്, കേരളത്തിലെ UDF റെക്കോർഡ് വേഗതയിൽ കാര്യങ്ങളെല്ലാം തീരുമാനിച്ച് ജനങ്ങളുടെ പ്രതീക്ഷയ്ക്ക് തീരുവാനുള്ള ടീം UDF മുന്നോട്ട് പോകുന്നതിൽ സന്തോഷം പങ്കുവയ്ക്കുന്നു. ഈ 102 MLA-മാരിൽ ഇപ്രാവശ്യം വനിതകൾ അധികം വിജയിച്ചു വന്നിട്ടുണ്ട്. അതുകൊണ്ട് വനിതകളുടെ പ്രാതിനിധ്യം എപ്പോഴും മഹിളാ കോൺഗ്രസ് അധ്യക്ഷയായിരുന്നപ്പോൾ തന്നെ വാദിച്ചിട്ടുള്ള ഒരാളാണ്. ആ പരിഗണന ലഭിക്കുമോ? പ്രതീക്ഷയുണ്ട്. പൂർണ്ണമായും തീർച്ചയായും കൊല്ലം UDF-നായി പിടിച്ചെടുത്തതിന് പാർട്ടി തന്ന അംഗീകാരവും സമ്മാനവുമായി കരുതുകയാണ്. കൊല്ലത്തെ പ്രിയപ്പെട്ടവർക്കാണ് ഈ അംഗീകാരം കിട്ടാൻ പോകുന്നത് സമർപ്പിക്കുന്നത്. ഒപ്പം സ്കൂൾ വിദ്യാർത്ഥിനിയായിരുന്ന കാലഘട്ടം മുതൽ ഇങ്ങോട്ട് നടത്തിയ സംഘടനാ പ്രവർത്തനത്തിൽ ചേർത്ത് നിർത്തിയവർ, മുന്നോട്ട് നയിച്ചവർ എല്ലാവരോടും RSPയുടെ മന്ത്രിസ്ഥാനം സംബന്ധിച്ച് തീരുമാനം ഉടനെന്ന് ഷിബു ബേബി ജോൺ പ്രതികരിച്ചു. ചർച്ച അവസാന ഘട്ടത്തിലാണ് എന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ഇന്ന് രാത്രിക്കാൻ മതിയല്ലോ. മിനിസ്റ്റർ ഡെസിഗ്നേറ്റ്സിന്റെ പേരുകൾ ഗവർണർക്ക് കൈമാറും. അത് കഴിഞ്ഞ് ഇന്ന് രാത്രിയോടുകൂടി വകുപ്പുകളുടെ വ്യക്തത ഉണ്ടാവും. അല്ലെ, നമ്മുടെ ചർച്ച അവസാന ഘട്ടത്തിലാണ്. എല്ലാ സാധ്യതകളും തുറന്ന മനസ്സോടുകൂടി ചർച്ച ചെയ്തു. അങ്ങനെ ചില ആശയവിനിമയം നടക്കുന്നുണ്ട്. അതിപ്പം പറയാറായിട്ടില്ല. ഇന്ന് രാത്രി കൊണ്ടുണ്ടാവും. വി ഡി സതീശൻ ആശംസയുമായി മലങ്കര കത്തോലിക്ക സഭ മേജർ ആർച്ച് ബിഷപ്പ് ക്ലിമീസ് കാതോലിക്ക ബാവ. വീടിന്റെ മുഖ്യമന്ത്രി സ്ഥാനം ദൈവനിയോഗമെന്നാണ് പ്രതികരണം. ഭാവിയിലേക്ക് ദീർഘവീക്ഷണമുള്ള പ്രവർത്തനങ്ങൾ വിജയിക്കട്ടെ. എല്ലാ സമുദായങ്ങളുടെ ആവശ്യങ്ങളും പരിഗണിക്കണമെന്നും കാതോലിക്ക ബാവ പറഞ്ഞു. ഇന്ന് രാവിലെയാണ് പട്ടം ബിഷപ്പ് ഹൌസിൽ വെച്ച് വി ഡി സതീശൻ കാതോലിക്ക ബാവയുമായി കൂടിക്കാഴ്ച നടത്തിയത്. മന്ത്രിസ്ഥാനത്ത് നിന്ന് അവകാശവാദവുമായി ശിവഗിരി മഠവും രംഗത്ത് വന്നു. മഠവുമായി ബന്ധമുള്ള 6 പേരെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തണമെന്ന് വി ഡി സതീശനോട് ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ ആവശ്യപ്പെട്ടു. അതേസമയം മുസ്ലിം ലീഗിനെ വീണ്ടും കടന്നാക്രമിച്ച SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ രംഗത്ത് വന്നു. അധികാരം ഉറപ്പായതോടെ മുസ്ലിം ലീഗിന് കടുത്ത ഹിന്ദു വിരുദ്ധതയാണെന്നും ലീഗ് കേരളം ഭരിച്ചു തുടങ്ങിയെന്നും വെള്ളാപ്പള്ളി കുറ്റപ്പെടുത്തി. ഭരണത്തിന്റെ മറവിൽ മത തീവ്രവാദികൾക്ക് സംരക്ഷണം ഒരുക്കാൻ ശ്രമമെന്നും യോഗനാഥം എഡിറ്റോറിയലിൽ രൂക്ഷ വിമർശനമാണ് ഉന്നയിക്കുന്നത്. മലബാർ കലാപവും മാറാടും മറക്കില്ലെന്ന തലക്കെട്ടിലാണ് എഡിറ്റോറിയൽ. വെള്ളാപ്പള്ളി നടേശന്റെ ലീഗ് വിരുദ്ധ ലേഖനത്തിനെതിരെ KC വേണുഗോപാൽ രംഗത്ത്. സർക്കാർ രൂപീകരണത്തിന് മുൻപ് തന്നെ വിഷം ചീറ്റുന്ന പ്രസ്താവനകൾ ഒഴിവാക്കണം. വർഗീയത ജനം അംഗീകരിക്കുന്നില്ല എന്നതിന്റെ തെളിവാണ് തെരഞ്ഞെടുപ്പ് ഫലം. തൊട്ടതിനും പിടിച്ചതിനും ലീഗിനെ ആക്രമിക്കുന്ന ശൈലി നാട്ടിൽ സ്പർദ്ധ വളർത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണെന്നും KC വേണുഗോപാൽ പറഞ്ഞു. വെള്ളാപ്പള്ളി നടേശനെതിരെ ആഞ്ഞടിച്ച G സുധാകരനും വെള്ളാപ്പള്ളി ആദ്യം മുതലേ മുസ്ലിം വിരുദ്ധത പറയുന്നു. ഇന്നലെ വരെ LDF അധികാരത്തിൽ വരുമെന്നാണ് വെള്ളാപ്പള്ളി പറഞ്ഞിരുന്നത്. നാളെ എന്ത് പറയുമെന്ന് ആർക്കറിയാമെന്നും പരിഹസിച്ചു. ലീഗ് വർഗീയ കക്ഷിയല്ലെന്നും G സുധാകരൻ പറഞ്ഞു. ഏറ്റവും കൂടുതൽ മതനിരപേക്ഷതയുള്ള പ്രസ്ഥാനമാണ് ലീഗെന്നായിരുന്നു G സുധാകരന്റെ പ്രതികരണം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.